ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണ് കേട്ടോ. വറുത്തരച്ചിട്ടുള്ള കറിയാണ്, പക്ഷേ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതോ അരിഞ്ഞതോ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റിയ ശേഷം അതിലോട്ട് ഒരു സവാള കനം കുറഞ്ഞ് അരിഞ്ഞതും 2-3 പച്ചമുളക് കീറിയതും കൂടി ഇട്ടിട്ട് വഴറ്റി മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. വഴറ്റിയ സവാള ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഒന്ന് കളർ മാറി വരുന്നവരെ സവാള കുക്ക് ചെയ്താൽ മതി. ഇനി ഇതിനകത്തോട്ട് നമ്മൾ വറുത്ത് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് തയ്യാറാക്കി ഒഴിക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഓൾറെഡി വറുത്ത് അരച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങയിലോട്ട് ഒരു അര കപ്പ് തേങ്ങയിലോട്ട് മല്ലിപ്പൊടിയും മുളകും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വറുത്ത് അരച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഞാൻ ഒരുപാട് ചുമക്കാൻ വറുത്തിട്ടൊന്നുമില്ല. ഒരു മീഡിയം ഒരു ബ്രൗൺ നിറം വരെ തേങ്ങ വറുത്ത് അതിലോട്ട് പൊടികളെല്ലാം മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് ഒന്ന് കൂടി ഫ്രൈ ചെയ്തിട്ട് അരപ്പാണ് കേട്ടോ. അതാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇത് മുട്ടക്കറി ആയതുകൊണ്ട് തന്നെ മുട്ട ചേർക്കുമ്പോൾ ഒന്നും കൂടി കറി തിക്കായിട്ട് വരും. അപ്പോൾ മിക്സിയുടെ ജാറിലോട്ട് ഒരു കപ്പും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആ ഒരു വെള്ളം കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് ലൂസായിട്ടാണെങ്കിൽ അങ്ങനെ, അത് തിക്കായിട്ടാണ് എടുക്കുന്നത് വെച്ചെങ്കിൽ അങ്ങനെ. എന്നാലും കുറച്ച് ലൂസായിട്ട് കറി വയ്ക്കുകയാണ് നല്ലത്. മുട്ടയൊക്കെ ചേർക്കുമ്പോൾ എന്തായാലും ടൈറ്റായിട്ട് വരും. ഇനി ഇതിനകത്തോട്ട് ഒരു തക്കാളി നീളത്തിലരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത അരപ്പൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം, കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് തള വന്ന ശേഷം നമുക്ക് ഇതിനകത്തോട്ട് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മുട്ട ഞാനൊരു 5 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അത് നെടുകെ കീറിയിട്ടാണ് ഞാൻ ഇതിനകത്തോട്ട് രണ്ടായി മുറിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. മുഴുവനായിട്ടാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ കട്ട് ചെയ്ത് ഇടുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ആ കറിക്ക് ഒന്നുകൂടി ആ മുട്ടയുടെ ഉണ്ണിയൊക്കെ ഒന്ന് ഇറങ്ങി അത് ആ കറിക്കൊക്കെ ഒന്നൊരു കൊഴുപ്പും അതുപോലെ ഒരു ടേസ്റ്റും കൂടും. മുഴുവനായിട്ട് ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ കുറച്ചുകൂടി ടേസ്റ്റ് ഇങ്ങനെ മുറിച്ച് ഇടുന്നതിനാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയിട്ടില്ലെങ്കിൽ കമൻറ്റിലൊന്ന് അറിയിക്കണേ. അപ്പോൾ അതേ മുട്ടക്കറിയൊക്കെ ഏകദേശം റെഡിയായി. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. അരപ്പിൻ്റെ ഒരു സമയം മാത്രമാണ് നമുക്ക് ഈ മുട്ടക്കറിക്ക് വേണ്ടത്. ഇനി നമുക്ക് ഇതിങ്ങനെ പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് എടുക്കാം, അത്രയേ വേണ്ടൂ. നമുക്ക് രാവിലേക്ക് ഉണ്ടാക്കുമ്പോൾ അപ്പത്തിനൊക്കെ അങ്ങനെ എടുക്കാം. അത് ഇനിയിപ്പോൾ ഗസ്റ്റൊക്കെ വന്ന് ഒന്നുകൂടി ഇതിൻ്റെ റിച്ച് ആക്കി ഒന്ന് ടേസ്റ്റ് കൂട്ടണമെങ്കിൽ ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞ് നമുക്കതിനകത്തോട്ട് ഈ വറ്റൽമുളകും കറിവേപ്പിലയും അതുപോലെ ഇച്ചിരി മുളക് പൊടിയൊക്കെ ഇട്ട് ഒന്നുകൂടി കുറച്ച് ഗരം പൊടിയൊക്കെ ഇട്ട് ഒന്ന് വറുത്തിട്ട് ഇതിനകത്തോട്ട് നമുക്ക് താളിച്ചിടാം. അപ്പോൾ ഒന്നുകൂടി കറി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. പിന്നെ ഇതിനകത്തോട്ട് കാച്ചിയിട്ട് ഉള്ളിയും അതുപോലെ വറ്റൽമുളകും ഇച്ചിരി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അതിനൊന്നുകൂടി ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ടേസ്റ്റ് ആക്കി എടുക്കാം. അപ്പോൾ നാടൻ രീതിയിലുള്ള വറുത്തരച്ച മുട്ടക്കറി റെഡി ആയിട്ടുണ്ടോ. ഒരു ഈസി ആയിട്ടുള്ള വേയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഒരുപാട് മസാലകളൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കത് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും എല്ലാം പൊറോട്ടയുടെ കൂടെയും ഒക്കെ കഴിക്കാവുന്നതാണ് കേട്ടോ. വളരെ എളുപ്പത്തിലാണ് വറുത്തരച്ചിട്ട് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർത്തിട്ടും വറുത്തരയ്ക്കാം. അതുപോലെ കുരുമുളക് പൊടിയും അതുപോലെ ഗരം മസാലയും അങ്ങനെ ചേർക്കാം. ഇതൊരു മീൻകറി സ്റ്റൈലിലാണ് ഈ മുട്ടക്കറി ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.